നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അടുത്ത കാലങ്ങളായിട്ട് പല വീഡിയോകളും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം, ഫണ്ടമെന്റലി ഫിറ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും വലിയ ലെവറേജ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റോക്കുകൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതിനെ കുറിച്ച് കാര്യമായിട്ട് ബോധർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യം, ലോങ് ടേം ഹോൾഡിങ്ങിന് പറ്റിയ സ്റ്റോക്കുകളാണോ പലതും എന്നൊക്കെ ഉള്ളൊരു ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കുറേ പേര് ചോദിക്കും, ലോങ് ടേം ഹോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലാവധിയാണ്? ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ലോങ് ടേം ഹോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലമാണെന്നുള്ളത് ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ചിലരൊക്കെ പറയും 3 കൊല്ലമാണ്, ചിലർ 5 എന്ന് പറയും, 10 എന്ന് പറയും, 15 തമാശയായിട്ട് ചിലർ പറയും 30 കൊല്ലവും നിങ്ങൾ മരിച്ചതിന് ശേഷവും അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതലേ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെയാണ് ലോങ് ടേം ഹോൾഡിംഗ്, അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ എന്ന് തമാശയ്ക്കൊക്കെ പറയുന്നതൊക്കെ പല കാര്യങ്ങളും പലപ്പോഴും കേട്ടിട്ടുണ്ട്, പല കമന്റ്സിൻ്റെ അകത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് ഉള്ള ഒരു ചെറിയൊരു അവബോധം, അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഈ ഒരു ചെറിയൊരു എപ്പിസോഡിന്റെ ഒരു ആവശ്യം. കാരണം നമ്മൾ തന്നെ പലപ്പോഴും പലയിടത്തും കേട്ടിട്ടുണ്ടാവും, വലിയ മാർക്കറ്റ് എക്സ്പേർട്സ് ഒക്കെ പലപ്പോഴും പറയും ദിസ് ഈസ് ഗുഡ് ഫോർ ലോങ് ടേം ഹോൾഡിംഗ് എന്നും, അല്ലെങ്കിൽ ലോങ് ടേം ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർ എപ്പോഴും ലാഭം ഉണ്ടാക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും പറയും. ഒരു പരിധിവരെ ഇത് ശരിയാണ്. 5 വർഷത്തിലേറെ ഹോൾഡ് ചെയ്തവർ സാധാരണ രീതിയിൽ അവർക്ക് നഷ്ടം ഉണ്ടാകാറില്ല, സ്റ്റാറ്റിസ്റ്റിക്സ് അതാണ് പറയുന്നത്. എന്നാൽ ഈ 5 വർഷമാണോ ലോങ് ടേം ഹോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. നികുതിയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ LTC എന്ന് പറയുന്നത്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്, ആ ലോങ് ടേമിൽ വരുന്നത് 1 വർഷമാണ്. 325 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലോങ് ടേം ഹോൾഡിംഗ് ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നു. അതിന് താഴെയാണെങ്കിൽ ഷോർട്ട് ടേം ഹോൾഡിംഗ് ആണ്. അപ്പോൾ ഇത് തന്നെയാണോ 365 ദിവസമാണോ ലോങ് ടേം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അങ്ങനെ വലിയൊരു നിർവചനം നടത്തുക പലപ്പോഴും സാധ്യമല്ല. എന്തുകൊണ്ടാണെന്നുള്ളത് പലപ്പോഴും ഡേറ്റ തന്നെ പറയും. നമുക്കിവിടെ ചെറിയൊരു ഉദാഹരണം നോക്കാം. 2023 ഫെബ്രുവരി കാലയളവിലുള്ള ചെറിയൊരു കറക്ഷനാണ്, 10% ഒരു ഇൻഡെക്സ് കറക്ഷനാണ്. ഏകദേശം 18,600 ചില്ലറ പോയിന്റ് വില നിലവാരത്തിൽ നിന്നും ഏകദേശം 16,800 ലെവലിലേക്ക് താഴോട്ട് വന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ 10% നഷ്ടം വന്നു എന്ന് കരുതി ഈ ഒരു മാർക്കറ്റിൽ നിന്നും പിൻവാങ്ങിയ ഒരാളുണ്ട് എന്ന് കരുതുക. അതേസമയം ഒരു 12 മാസം ഏറ്റവും മിനിമം ഹോൾഡ് ചെയ്യും, എൻ്റെ സ്റ്റോക്കുകളെല്ലാം വളരെ ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിൽ ഹോൾഡ് ചെയ്യുന്ന ഒരാളും ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ ഒരു 10% ലോസ് വന്നു കഴിഞ്ഞപ്പോൾ പിന്മാറിയ അയാൾ 10% അവിടെ ലോസ് ബുക്ക് ചെയ്യും. അതേസമയം താൻ തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിലുള്ള വിശ്വാസം കൊണ്ട് ഹോൾഡ് ചെയ്ത മറ്റൊരാളുണ്ടെങ്കിൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. 12% ലാഭം ലഭിച്ചു. ഈ 12% ലാഭം 1 വർഷത്തിനുള്ളിൽ വലിയൊരു ലാഭമാണെന്ന് ഞാൻ പറയുന്നില്ല. പല ബോണ്ടുകളും ഇതിനേക്കാളും നേട്ടം നൽകുന്നവയുണ്ട്. പക്ഷെ എങ്കിൽ പോലും നഷ്ടമില്ല എന്നുള്ളത് വലിയൊരു ലാഭം തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ലോസ് ബുക്ക് ചെയ്തയാളും രണ്ടാമത് നേട്ടം ലഭിച്ച ആളും തമ്മിലുള്ള റിലേറ്റീവ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 22%. ഈ ഒരു കാര്യം തന്നെ നിങ്ങൾ ഏതൊരു 12 മാസത്തെ കാലയളവിലും കഴിഞ്ഞ ഒരു 6 വർഷത്തിനുള്ളിൽ എടുത്തു നോക്കുക. അതിൻ്റെ അകത്ത് കോവിഡ് കാലത്തുള്ള ഇടിവ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു നേട്ടമായിട്ട് കാണും. അപ്പം അതുകൊണ്ട് അതെടുത്ത് നോക്കേണ്ട കാര്യമായിട്ട്. പക്ഷെ അല്ലാത്ത ഏതൊരു 12 മാസത്തെ കാലയളവിൽ എടുത്ത് നോക്കി കഴിഞ്ഞാലും കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ ചരിത്രം ഇതാണ് ആവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആത്യന്തികമായി പറയാൻ വന്നൊരു കാര്യം, പലപ്പോഴും പലർക്കും വേദനകളും ആദിയും വ്യാധിയും ഒക്കെ സമ്മാനിക്കുന്നത് അവർ തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളുടെ മുകളിലുള്ള ആത്മവിശ്വാസ കുറവാണ്. മാർക്കറ്റ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു റിക്കവറി നടന്നാൽ പോലും എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കുകൾ എനിക്ക് ലാഭം നേടിത്തരുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്ക. അപ്പോൾ അത്തരത്തിൽ ഉള്ള ആശങ്ക ഇല്ലാത്ത തരത്തിൽ വേണം നമ്മൾ സ്റ്റോക്കുകൾ പലപ്പോഴും സെലക്ട് ചെയ്യാൻ. ഞാനിത് പ്രധാനമായും ഇവിടെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം മറ്റൊന്നുമല്ല. മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു കറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഏത് സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും 2-3 പേര് കയറുന്നിടത്ത് കണ്ടാൽ പോലും, കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ പോലും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരു മാർക്കറ്റെല്ലാം ഇടിഞ്ഞു പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടാണ്. പക്ഷേ തമാശയായിട്ടുള്ളൊരു കാര്യം, അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിട്ട് 2-3 വർഷങ്ങളായി, അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ ഇപ്പോഴും ലാഭത്തിൽ തന്നെയാണ്. പക്ഷേ ലഭിച്ച താഴേക്ക് പോയതിൽ വളരെയധികം വേദനയുണ്ട്. അപ്പോൾ ഇതുപോലെ മൊത്തം സോഷ്യൽ മീഡിയയും ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് നിലനിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ആത്യന്തികമായി നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ ഫണ്ടമെന്റലിയും വാല്യൂഷൻ വൈസും വളരെ ഫിറ്റാണ്. നിങ്ങൾ ആ സ്റ്റോക്കുകളെ കുറിച്ച് മറന്നേക്കുക. ആദികൾക്കും വ്യാധികൾക്കും ചെവി കൊടുക്കാതിരിക്കുക. മാക്രോ എക്കണോമിക് ഡാറ്റ ഇന്ത്യയുടെ അത്ര നല്ലൊരു നിലയിലല്ല എന്നുള്ളൊരു കാര്യം ഞാൻ മറക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും പണ്ടത്തെ കാലങ്ങളിൽ നിന്നും ഇന്നത്തെ കാലങ്ങളിലുള്ള ക്വാളിറ്റി മാനേജ്മെന്റുള്ള കമ്പനികളെ സംബന്ധിച്ച് വലിയൊരു വ്യത്യാസം, ഒത്തിരി ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി ലഭിക്കുന്ന ഒരു സാധ്യതയും ആ ഒരു ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാനുള്ള ഒരു കഴിവും പണ്ടത്തെ പോലത്തെ ഒരു മാനേജ്മെന്റ് ടാക്ടിക്സ് പോലെ അല്ലാതെ ക്വാളിറ്റി മാനേജ്മെന്റ് ആണെങ്കിൽ ഒരു പരിധി വരെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കമ്പനിയെ കരകയറ്റാനുള്ള കഴിവും. അതാണ് ഒരു 25 വർഷം മുമ്പുള്ള ഒരു കമ്പനിയും ആ കാലങ്ങളിലെ മാനേജ്മെന്റും ഇന്നത്തെ കാലത്തെ മാനേജ്മെന്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. സാങ്കേതിക വിദ്യ വലിയൊരു പരിധി വരെ മാനേജ്മെന്റുകളെ
അതിന് പ്രാപ്തരാക്കി. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. പാനിക് സെൽ ഓഫിൽ നിന്നും നിങ്ങൾ വിട്ടുമാറി നിൽക്കുക. ക്വാളിറ്റി സ്റ്റോക്സ് അല്ലെങ്കിൽ അവയിൽ നിന്നും പിന്മാറാൻ വേണ്ടി ശ്രമിക്കുക. ക്വാളിറ്റി സ്റ്റോക്സ് കൂടുതൽ അലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.